ഉദിഷ്ണ, അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുമ്പോൾ നമ്മൾ മറന്നുകൂടാത്ത മറ്റൊരു പേരുണ്ട്. അത് രാഹുൽ ഈശ്വറിൻ്റെതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ വെളുപ്പിച്ച് രാഹുൽ ഈശ്വർ അകത്തായി. ഇതെന്തിനാണ് ഇത്തരത്തിലൊരു വ്യക്തി അകത്തുപോയി കിടക്കുന്നത് എന്ന ചോദ്യമൊക്കെ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നാവ് സൂക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അകത്ത് കിടക്കേണ്ടി വരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഉണ്ടായത്. ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ വാദം ഇന്നും തുടരും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് വാദം കേൾക്കുന്നത്. അതേസമയം തന്നെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാഹുലിനെ ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ദസ്ന, ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണോ? എന്തായാലും അദ്ദേഹം നിരാഹാരം തുടരും എന്ന പിടിവാശിയിലായിരുന്നു. ഈ നിരാഹാരത്തിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ കാര്യം, ജയിലിൽ കിടക്കേണ്ടതില്ല, ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തായാലും അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൊതുസമൂഹത്തിന്റെ ഒരു കനിവൊക്കെ കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് വാദം ജാമ്യ ഹർജിയിൽ തുടരും എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സമൂഹത്തിൽ വലിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രാഹുൽ ഈശ്വർ എന്തിനാണ് ഇത്തരത്തിലൊരു വാദഗതി നടത്തിയത് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ സംസാര വിഷയമായും ട്രോളുകളൊക്കെ ആയി വരുന്നത്. അതും നമ്മൾ കാണുന്നത് തന്നെയാണ്. എന്തായാലും ഈ രാഹുൽ ഈശ്വറിന്റെ കേസിൽ ഇന്നും വാദം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ പ്രോസിക്യൂഷൻ മുന്നിലേക്ക് വയ്ക്കുന്നത് കേസുമായി കൃത്യമായി സഹകരിക്കുന്നില്ല, മാത്രമല്ല ഈ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചോ വ്യക്തിപരമായ അധിക്ഷേപം പരാതിക്കാരിക്ക് ഉണ്ടായി എന്ന് തന്നെയാണ്. പക്ഷേ ഈ രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത്, തൻ്റെ വീഡിയോയിൽ എവിടെയും ഈ പരാതിക്കാരിയുടെ പേരോ അല്ലെങ്കിൽ താൻ അത്തരത്തിലൊരു ഫോട്ടോയോ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇല്ല എന്ന് തന്നെയാണ്. അത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ തന്നെയും നീക്കം ചെയ്തുകൊണ്ട് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് കൂടി രാഹുൽ ഈശ്വർ പറയുന്നു. പക്ഷേ കേസുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്ന വാദഗതി തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും കസ്റ്റഡിയിൽ ലഭിച്ച്, അതായത് കൂടുതൽ കാര്യങ്ങൾ രാഹുൽ ഈശ്വറുമായി ചോദിക്കണം എന്ന് തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയിലാണ് ഈ വാദം തുടരുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ വിവിധ ഓഫീസുകളിൽ എത്തിച്ച് ഈ രാഹുൽ ഈശ്വർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സ്ഥലങ്ങളിൽ സാങ്കേതികമായ ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെയും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഹുൽ ഈശ്വർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി രാഹുൽ ഈശ്വർ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ കൂടുതൽ സംഘങ്ങളിലേക്കും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ അതിജീവിതയെ, ഈ യുവതിയെ അപമാനിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന കണ്ടെത്തലിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. രാഗി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യനിലയൊക്കെ തന്നെയും ഓക്കെയാണ്, അതിൽ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരാഹാര സമരത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന് തന്നെയാണ്. രാഹുൽ ഈശ്വറിന്റെ വാദഗതികളൊക്കെ തന്നെയും ആ വാദത്തിലൊക്കെ തന്നെയും രാഹുൽ ഈശ്വർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്, എന്ത് പബ്ലിസിറ്റിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഈശ്വർ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും സമൂഹത്തിൽ ഉടനീളം ഉയർന്നു വന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്തരത്തിലൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ നിരാഹാരം ഉൾപ്പെടെ കിടക്കുന്നത്, ജയിലിൽ കിടക്കുന്നത്, ഇതൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് ഇപ്പോഴും ഉറപ്പിച്ച് രാഹുൽ ഈശ്വർ പറയുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാന കാര്യം. രാഖി.